എങ്ങോട്ടാണ് ഈ കാവടിത്തുള്ളി പോണതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടെ ഗൈസ്. എന്താണ് പറയാനുള്ളത്? നമ്മള് ഇത് തകർക്കും. അതെ, നമ്മൾ തകർക്കും. എന്ത് പ്രതീക്ഷിക്കാം, തകർന്നു പോകും. നമ്മള് തകരുക അല്ല, നമ്മള് തകർക്കുമെന്ന് നോക്കാം. ആദ്യമേ കൊട്ടാരക്കരയെത്തും. തുടക്കത്തിൽ ആവേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചാത്തന്നൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എക്സോസ്റ്റഡ് ആവാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾ മൈൻഡ് കൈവിടാതെ അങ്ങ് പോവുകയാണ്. ഇനിയുള്ള വീഡിയോ ക്ലിപ്സ് മിക്കതും വോയിസ് ഓവർ ആയിരിക്കും. കാരണം വീഡിയോ എടുത്തുകൊണ്ട് ചവിട്ടാനുള്ള മനസ്ഥിതിയും ആരോഗ്യസ്ഥിതിയും ഇല്ല. മരുത്തി മലയിൽ എത്തിയിരിക്കുകയാണ്. ടിൻഡിടിങ്. ഇനി കുത്തനെ കയറ്റം കൂടെ കയറണം. എന്താണ് പറയാനുള്ളത് മിസ്റ്റർ ദേവൻ? ഫുഡ് ഞങ്ങൾ സൈക്കിളിലായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് ഈ മലയുടെ എൻട്രൻസിൻ്റെ ഇവിടെ വന്നത്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് സൈക്കിളൊക്കെ കൊണ്ടുപോയായിരുന്നു. ഇപ്പോൾ പക്ഷെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. നമ്മൾ 25 കിലോമീറ്റർ ചവിട്ടി വന്നത് വെറുതെ ആയില്ല. നടന്നു കയറാം. ഇവിടെ അത്രയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പൊരി വെയിലത്തോട്ടാണ് കയറി പോകുന്നതെന്ന് തോന്നുന്നു. കട തുറന്നിട്ടില്ല, വയറ് വിശക്കുന്നു. മലയുടെ താഴെയായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അത് തുറന്നില്ല. വെള്ളം വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. പിന്നെ മുട്ടറമലയെ ചവിട്ടി ചവിട്ടി ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാത്ത ഞങ്ങളോട് സൂര്യണ്ണൻ ഒരു ദയവും കാണിച്ചില്ല ഗൈസ്. എത്രേ? 59 സ്റ്റെപ്പ് കൈവരിയില്ലാതെ. ഇനി ബാക്കി എണ്ണം 219. ഞാൻ ഒരു 100 വരെ എണ്ണി ഗൈസ്. പിന്നെ എനിക്ക് എണ്ണമുള്ള ത്രാണിയില്ലായിരുന്നു. എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ടോപ്പെന്ന് പറയാൻ പറ്റില്ല, ടോപ്പിൻ്റെ തൊട്ട് താഴെ അവിടെ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഹലോ മിസ്റ്റർ സൂര്യൻ സാർ, ഇച്ചിരി ദയ കാണിക്കൂ. എൻ്റെ ദൈവങ്ങളെ, എൻ്റെ മല ദൈവങ്ങളെ, തിരിച്ചെത്താൻ പറ്റണേ. ഉഫ്, വയ്യ, ചത്ത്. ദൈവത്തിനെ ഒന്ന് സ്മരിച്ചതിന് ശേഷം കുറച്ച് മുന്നോട്ട് ഇടന്നപ്പോൾ ഒരു കട കണ്ടു. എന്നാൽ ഞങ്ങളുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ അത് തുറന്നിട്ടില്ല. പിന്നെ ഒരു വിശ്രമ കേന്ദ്രം പോലെ ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്, അതും കണ്ട്. ദിസ് പൂമ്പാറ്റ ഈസ് ബ്യൂട്ടിഫുൾ. അത് പറന്നുപോയി, അത് പറയേണ്ട താമസം. നടന്ന് ഹിൽ ടോപ്പിൻ്റെ ബാക്കിലെത്തിയെന്ന് നടു നിവർത്തിയപ്പോൾ ഉള്ള സന്തോഷമാണ് നിങ്ങളെ കണ്ടത്. 25 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി നമ്മൾ തക്കാളി ചോറ് കഴിക്കാനായിട്ട് മരുത്തി മലയിൽ വന്നേക്കാണ്. വയ്യ, പോന്തിരിക്കുന്നു. അലാറം അടിക്കുന്നടാ 9:30. ഏകദേശം 9:45 ആയപ്പോഴുള്ള മരുതിമലയുടെ വ്യൂ ആണിത്. നമ്മുടെ മേഘങ്ങളെല്ലാം പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ അതിന് മാത്രം വെയിൽ മുഖത്തും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും വന്ന് കയറാൻ ശ്രമിക്കുക. വീണ്ടും കാടുകളെ തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഏതോ സൽസ്വഭാവിയായ ഒരു പൗരൻ ചെയ്ത ചെയ്ത്ത് കണ്ട ഗൈസ്. ലേസിൻ്റെ കവർ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നു. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കാനായിരിക്കും അല്ലേ. അവസാനം എത്താറായി. ഇനി ഏതാനും കുറച്ച് ചുവടുകൾ കൂടി മാത്രം നമ്മൾ മുട്ടറ മരുത്തി മലയുടെ ടോപ്പിൽ എത്തുന്നതാണ് ഗൈസ്. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികൾ. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്താറായി ഗൈസ്. പക്ഷേ ടോപ്പിൽ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 ഇനക്കുരുവികളുടെ പ്രൈവസി മാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. ഇവിടെ നിൽക്കാൻ നേരം നല്ല കാറ്റാണ്, അത്യാവശ്യം നല്ല കാറ്റാണ്. ഈ മുഖത്തടിക്കുന്ന വെയിലെല്ലാം അങ്ങ് പറന്നു പോകണമല്ലോ ഒന്നും. അത്രയ്ക്കൊന്നും ഇല്ല, നല്ല കാറ്റാണ്. ഒരു കുളിർ കാറ്റ് കിട്ടും ഇത്രയും ചൂടിലും. പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല, ഞങ്ങൾ താഴോട്ടിറങ്ങി. ഈ ഒരു പാറയുടെ താഴെയുള്ള ചെറിയ പാറയുണ്ടല്ലോ നമ്മൾ ചവിട്ടുന്ന, അതൊന്ന് ഇളകി കിടക്കുകയാണ്. ഇങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് മൂടും കുത്തി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ മുട്ടറ മരുതിമല എക്കോ ടൂറിസത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ എക്സോസ്റ്റഡ് ആയി പോവും. നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റൊക്കെ ഉണ്ടെങ്കിലും വെയിലിൻ്റെ ശക്തി കൂടുന്നോന്നൊരു സംശയമില്ലാതില്ല. ഈ ഒരു മലയുടെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള
കെട്ടിടങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് വേസ്റ്റോ അല്ലാതെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള ബോക്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും മാലിന്യങ്ങൾ കാട്ടിലോട്ട് വലിച്ചെറിയുന്ന പ്രവണതയാണ് കാണുന്നത്. ദയവ് ചെയ്ത് വേസ്റ്റുകളെല്ലാം വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുക, അല്ലാത്ത പക്ഷം കൊണ്ടുവരാതിരിക്കുക. അപ്പം നമ്മൾ കറങ്ങി പടിയുടെ അടുത്ത് എത്താറായി. ഓ എന്തൊരു സന്തോഷം, പടി എത്തി. ഇനിയിപ്പോൾ എന്തൊരു വേണം അങ്ങോട്ട് ഇറങ്ങി 219 പടി ഇറക്കമല്ലേ. ഇവിടെ ബഹളമാണ്. ദോണ്ട ലേസിൻ്റെ കവർ ആ ബ്യൂട്ടി അങ്ങ് കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോൾ ഒരു സന്തോഷ വാർത്ത. അവിടെയുള്ള കട തുറന്ന് 10 രൂപയ്ക്ക് 3 നെല്ലിക്ക കിട്ടി. പിന്നെ 2 ലൈം ജ്യൂസും കുടിച്ചു. തിരിച്ചു വരണ സമയത്ത് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം സൂര്യൻ ഉച്ചയ്ക്ക് മേലെ ഉദിച്ചു നിൽക്കുമായിരുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.